വ്ളോഗിൽ ഹായ് പറയണോ? വ്ളോഗിൽ ഹായ് പറയണോന്ന് മണി. അപ്പൊ ഇവിടെ പോവാണ് നമ്മളപ്പം ടാക്സി പിടിച്ചിട്ട് നാട്ടിൽ പോവാണ്. കൺമണി നാട്ടിൽ പോവാൻ റെഡിയാണോ? അമ്മ നാട്ടിൽ പോവാൻ റെഡിയാണോ? അച്ഛാ അച്ഛാ നാട്ടിൽ പോവാൻ റെഡിയാണോ? യെസ് ഓർ നോ? യെസ്. അപ്പം പാക്കെല്ലാം ചെയ്ത് ഇനി എല്ലാം എടുത്ത് ടാക്സി വന്നിട്ട് എല്ലാം എടുത്തിട്ട് അതിലോട്ട് കേട്ടിട്ട് പോവാം. റെഡിയാണ്. അപ്പൊ ഈ വീട് ഇടാന് പറ്റുന്ന നീണ്ടാടിന് ഇവിടെ ഡെക്കോറിയം അത് ചത്തിട്ട് ഞാൻ വാച്ചിടട്ടെ. ഞാൻ വാച്ചിന്റെ കളി അച്ഛൻ്റെ ഉണ്ടെന്നുണ്ടെ. അപ്പൊ ഞാൻ വാച്ചിടട്ട് പോയി. അതെ ഫ്രണ്ട്സ്, പൊന്നൂസ് പറഞ്ഞതുപോലെ ഞങ്ങൾ 2.5 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോവാണ്. ഒരുപാട് നാളൊന്നുമില്ല, കുറച്ച് ദിവസത്തേക്ക്. 15 ഡേയ്സ് അത്രേ അവിടെ സ്റ്റേ ചെയ്യുന്നുള്ളൂ. ഇതൊരു സർപ്രൈസ് വിസിറ്റാണ്. ഞങ്ങൾ പോകുന്ന കാര്യം വീട്ടിൽ ആർക്കും അറിയത്തില്ല. ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ വരുന്നത് എൻ്റെ ബ്രദറാണ്. ആൾക്ക് പോലും അറിയത്തില്ല ഞങ്ങളെയാ പിക്ക് ചെയ്യാൻ വരുന്നതെന്ന്. കുറേ നാളുകൾ കൂടിയുള്ള ഒരു യാത്രയായതുകൊണ്ട് കുട്ടികളെല്ലാം നല്ല സന്തോഷത്തിലായിരുന്നു. പ്രത്യേകിച്ച് പൊന്ന്. അവന് ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്ന ഒരു ആഗ്രഹമായിരുന്നു നാട്ടിൽ പോകണം എന്നുള്ളത്. ഞങ്ങൾ രണ്ടുപേർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ലഗേജും കുട്ടികളൊക്കെ ആയിട്ട് എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളതുകൊണ്ട്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിലും നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കാര്യങ്ങളൊക്കെ നടന്നത്. പൊന്നൂസും കൺമണിയും അവരവരുടെ ഹാൻഡ് ബാഗേജുകൾ അവരവർ തന്നെ ഹാൻഡിൽ ചെയ്തു. അതുകൊണ്ട് വലുതായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. രാത്രി ഷാർജയിൽ നിന്ന് വിട്ടിട്ട് രാവിലെ കോഴിക്കോട് എത്തുന്ന രീതിക്കായിരുന്നു ഞങ്ങളുടെ യാത്ര. യാത്ര ചൂസ് ചെയ്തത് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവർ ഫുഡ് കഴിച്ച് ഉറങ്ങുമല്ലോ. കൺമണിയുടെ അറിയുന്ന ഒരു പ്രായത്തിലുള്ളൊരു യാത്ര അതിപ്പോഴാണ് കേട്ടോ. ഇതിനു മുൻപ് ഞങ്ങൾ കൺമണിയുടെ ചോറൂണിനായിരുന്നു പോയിരുന്നത്. അവൾക്ക് 6 മാസമുള്ളപ്പോൾ. പൊന്നിൻ്റെതാണെങ്കിൽ ഇത് 3ാമത്തെ തവണയാണ് അവൻ നാട്ടിൽ പോകുന്നത്. ഞങ്ങൾ എയർ അറേബ്യയുടെ ഫ്ലൈറ്റ് ആയിരുന്നു ചൂസ് ചെയ്തത്. ഫ്ലൈറ്റിൽ കയറിയ ഉടനെ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് രണ്ടുപേരും സെറ്റായി. Avec vous, enfin, cochette. Avec vous, t'as que des position.
ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച ഉടനെ രണ്ടുപേരും അങ്ങ് ഉറക്കമായി. നാട്ടിലെത്തിയെന്ന് പറഞ്ഞപ്പോഴാണ് എണീറ്റത്. ഉറക്കത്തിൽ നിന്ന് വിളിച്ചപാടെ എണീറ്റൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ രണ്ടുപേരും നാട്ടിലെത്തിയ സന്തോഷത്തിൽ വേഗം എണീറ്റു. പിന്നെ ലഗേജസ് ഒക്കെ എടുത്ത് പുറത്തിറങ്ങി. ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.